ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. റിലയൻസ് ജിയോയ്ക്ക് യഥാസമയം ബിൽ നൽകാത്തതിൽ സർക്കാരിന് നഷ്ടം 1757 കോടിയിലധികം രൂപയെന്ന CAG റിപ്പോർട്ട്. BSNL അധികൃതരുടെ അനാസ്ഥയാണോ അതോ ഒത്തുകളിയാണോ ഇതിന് കാരണമെന്നും സംശയം ഉയർന്നിട്ടുണ്ട്. BSNLന്റെ നിഷ്ക്രിയ ആസ്തികൾ വിവിധ ടെലികോം കമ്പനികൾക്ക് കരാർ അടിസ്ഥാനത്തിൽ വിട്ടു നൽകാറുണ്ട്. ഇത്തരത്തിൽ BSNL സൗകര്യങ്ങൾ ഉപയോഗിച്ചതിന് ജിയോ നൽകേണ്ട തുകയായി കരാർ പ്രകാരമുള്ള ബിൽ നൽകുന്നതിൽ BSNL പരാജയപ്പെട്ടെന്നാണ് CAG റിപ്പോർട്ട്. ഇത് രാജ്യത്തിന് 1757.56 കോടി രൂപയുടെ നഷ്ടം വരുത്തി. പാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഷെയറിംഗ് കരാർ പ്രകാരം 2014 മെയ് മുതൽ 10 വർഷത്തേക്ക് അധിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിന്റെ ബിൽ ജിയോയ്ക്ക് നൽകിയില്ലെന്നാണ് CAGയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടിൽ BSNLന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിട്ടില്ല. ഇതിനു പുറമെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സിന് നൽകിയ വരുമാന വിഹിതത്തിൽ നിന്ന് ലൈസൻസ് ഫീസിന്റെ വിഹിതം കുറയ്ക്കുന്നതിലും BSNL പരാജയപ്പെട്ടതിനാൽ 38.36 കോടി രൂപയുടെ നഷ്ടം വേറെയും ഉണ്ടായിട്ടുണ്ടെന്നും CAG ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫി TV. പുതിയ വരിക്കാരുടെ എണ്ണത്തിൽ അമേരിക്കയുടെ ChatGPTയെ മറികടന്ന് ചൈനയുടെ DeepSeek. ഏറ്റവും വേഗം വളരുന്ന AI ടൂൾ എന്ന നേട്ടവും സ്വന്തമാക്കി ചൈനീസ് സ്റ്റാർട്ടപ്പായ DeepSeek. ഈ വർഷം ഫെബ്രുവരിയിൽ ChatGPTയേക്കാൾ കൂടുതൽ പുതിയ വരിക്കാർ DeepSeekന് ലഭിച്ചതായി AI അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഫെബ്രുവരിയിൽ DeepSeekൽ 52.47 കോടി പുതിയ ആളുകൾ ചേർന്നു. ഇതേ കാലയളവിൽ ഏകദേശം 50 കോടി പുതിയ ആളുകളാണ് ChatGPT വെബ്സൈറ്റ് സന്ദർശിച്ചത്. വെബ് ട്രാഫിക്കിൽ ലോകത്തിൽ 4ാം സ്ഥാനത്തായി ഇന്ത്യയിൽ നിന്ന് DeepSeekൽ 4.3 കോടിയിലധികം പേർ സന്ദർശിച്ചു. DeepSeekന്റെ ആകെ സന്ദർശനങ്ങൾ 79.2 കോടിയിലെത്തി. ഫെബ്രുവരിയിൽ DeepSeekന്റെ വിപണി വിഹിതം 2.34% നിന്ന് 6.58% ഉയർന്നു. എങ്കിലും AI വിപണിയിൽ DeepSeek ഇപ്പോഴും ആഗോളതലത്തിൽ 3ാം സ്ഥാനത്ത് തുടരുകയാണ്. ഈ പട്ടികയിൽ ChatGPT 1ാം സ്ഥാനത്തും കാൻവ 2ാം സ്ഥാനത്തുമാണ്. ഫെബ്രുവരിയിൽ 12.05 ബില്യൺ സന്ദർശകർ DeepSeekനെ തേടിയെത്തി. ഇതിൽ 3.06 ബില്യൺ യുണീക്ക് ഉപഭോക്താക്കളും ഉൾപ്പെടുന്നു. കുറഞ്ഞ നിരക്കിൽ AI മോഡൽ അവതരിപ്പിച്ചുകൊണ്ടാണ് DeepSeek ജനപ്രിയമായതെന്നാണ് റിപ്പോർട്ടുകൾ. DeepSeekന്റെ കടന്നുവരവോടെ നിരവധി അമേരിക്കൻ കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞിരുന്നു. AI മത്സരത്തിൽ അമേരിക്കയേക്കാൾ പിന്നിലായിരുന്നു ചൈന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ കാർ എന്ന പദവി വീണ്ടും സ്വന്തമാക്കി മാരുതി സുസുക്കിയുടെ വാഗണാർ. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട പാസഞ്ചർ കാർ മോഡലാണ് വാഗണാർ. തുടർച്ചയായി 4ാം സാമ്പത്തിക വർഷത്തിലാണ് വാഗണാർ 1ാം സ്ഥാനത്തെത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാരുതി 1,98,451 യൂണിറ്റ് വാഗണാർ വിറ്റഴിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ വിറ്റഴിച്ച 2,177,000 യൂണിറ്റിനെ അപേക്ഷിച്ച് നേരിയ കുറവാണിത്. നേരത്തെ 1,88,837 യൂണിറ്റുമായി 2022-ലും 2,12,340 യൂണിറ്റുമായി 2023-ലും 2,177,000 യൂണിറ്റുമായി 2024 സാമ്പത്തിക വർഷങ്ങളിലും വാഗണാർ രാജ്യത്തെ 1ാം നമ്പർ പാസഞ്ചർ വാഹനമായിരുന്നു. 1,96,572 യൂണിറ്റ് വിൽപ്പനയുമായി ടാറ്റ പഞ്ചാണ് 2ാം സ്ഥാനത്ത്. 2025 സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 10 പാസഞ്ചർ വാഹനങ്ങളിൽ 7 മാരുതി സുസുക്കി നിരയിൽ നിന്നുള്ളതാണ്. 1999-ൽ ആദ്യമായി വിപണിയിലെത്തിയ വാഗണാർ കഴിഞ്ഞ വർഷം അതിന്റെ 25ാം വാർഷികം ആഘോഷിച്ചിരുന്നു. പ്രായോഗികതയ്ക്കൊപ്പം വിശാലമായ ഇന്റീരിയറും ഡ്രൈവ് ചെയ്യാനുള്ള എളുപ്പവും കാരണം SUV ട്രെൻഡിനിടയിലും സിറ്റി ഡ്രൈവിന് പറ്റിയ കാറായി വാഹനപ്രേമികൾ വാഗണാറിനെ വിലയിരുത്തുന്നു. രാജ്യത്ത് ഇതിനോടകം 32 ലക്ഷത്തിലധികം വാഗണാറുകൾ വിറ്റഴിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2019 ജനുവരിയിലാണ് 3ാം തലമുറ മാരുതി വാഗണാർ വിപണിയിലെത്തിയത്. വാഗണാർ 9 വേരിയന്റുകളിൽ വാങ്ങാൻ സാധിക്കും. നിലവിൽ 5,64,500 രൂപ മുതൽ 7,47,500 രൂപ വരെയാണ് ടോൾ ബോയ് ഹാച്ചിന്റെ എക്സ് ഷോറൂം വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KC യാങ്ങിനെ ടാറ്റ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രസിഡന്റായി നിയമിച്ചു. ടാറ്റ ഇലക്ട്രോണിക്സ് ഗ്ലോബൽ ഫൗണ്ടറീസിന്റെ മുൻ സീനിയർ എക്സിക്യൂട്ടീവായിരുന്നു ഇദ്ദേഹം. പ്രമുഖ ചിപ്പ് നിർമ്മാണ കമ്പനിയാണ് US ആസ്ഥാനമായുള്ള ഗ്ലോബൽ ഫൗണ്ടറീസ്. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ടാറ്റ ഇലക്ട്രോണിക്സിന്റെ അത്യാധുനിക ഫൗണ്ടറി പ്രവർത്തനങ്ങൾക്ക് ആങ് നേതൃത്വം നൽകും. ഫൗണ്ടറി വ്യവസായത്തിൽ 3 പതിറ്റാണ്ടിലേറെ പരിചയമുള്ള ആങ് മികച്ച സ്റ്റാർട്ടപ്പ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ, സാങ്കേതികവിദ്യ കൈമാറ്റം
വ്യവസായ ബന്ധ മാനേജ്മെന്റ് എന്നിവയിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ചിപ്പ് നിർമ്മാണത്തിൽ ടാറ്റ സെമി കണ്ടക്ടർ ഡിവിഷനെ ആഗോളതലത്തിൽ വികസിപ്പിക്കുക എന്നതാണ് ആങ്ങിന്റെ ദൗത്യം. മലേഷ്യയിൽ ജനിച്ച ആങ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിലയൻസ് ഇൻഡസ്ട്രീസ് ആഗോള ഇ സ്പോർട്സ് ഓർഗനൈസേഷനായ ബ്ലാസ്റ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഇന്ത്യയുടെ ഇ സ്പോർട്സ് വ്യവസായത്തിൻ്റെ വളർച്ചയിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പാകും ഈ സഹകരണമെന്നാണ് വിലയിരുത്തൽ. റിലയൻസിന്റെ നീക്കം കൂടുതൽ ഗെയിമർമാരെയും സ്പോൺസർമാരെയും നിക്ഷേപകരെയും ഇന്ത്യൻ ഇ സ്പോർട്സ് രംഗത്തേക്ക് ആകർഷിക്കുമെന്നാണ് വിലയിരുത്തൽ. റിലയൻസിന്റെ അനുബന്ധ സ്ഥാപനമായ ജിയോ പ്ലാറ്റ്ഫോമുകൾ ഇതിനകം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലും പ്ലാറ്റ്ഫോമുകളിലും ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റുമായുള്ള പങ്കാളിത്തം റിലയൻസിനെ ഇന്ത്യൻ സ്പോർട്സ് വിപണിയിൽ ശക്തമായ ചുവടുറപ്പിക്കാൻ സഹായിക്കും. ഇ സ്പോർട്സ് വ്യവസായം ആഗോളതലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഈ സഹകരണം ഇന്ത്യൻ ഗെയിമിംഗിലും ഇ സ്പോർട്സ് ഇക്കോസിസ്റ്റത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.